പാഠം 245 ഉപദേശിക്കുമ്പോൾ പാലിക്കേണ്ട രീതികൾ. ചായ. എന്താ മോനേട്ടാ ഇതെന്തൊരു മധുരമാണ്? ഇങ്ങനെയാണോ ചായയിൽ പഞ്ചസാര ഇടുന്നത്? ഇതുപോലൊരു 4 ചായ കുടിച്ചാൽ എന്റെ ആയുസിന്റെ പകുതിയായി പോവല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, എന്താ ഉദ്ദേശം? ചായയിലൊരൽപ്പം മധുരം കൂടി പോയനാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? മധുരം കൂടുതലാണെന്നൊരു വാക്ക് പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞാ പോരല്ലോ. എത്രയോ വർഷമായി നീ ചായ ഉണ്ടാക്കുന്നു. ഒരു ഗ്ലാസ് ചായയിൽ എത്ര പാല് വേണം, എത്ര ചായപ്പൊടി വേണം, എത്ര പഞ്ചസാര വേണം എന്ന് ഇതുവരെ പഠിച്ചില്ലേ നീ? 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇതിനു മുമ്പ് പഠിക്കുമല്ലോ. മോഹനേട്ടൻ 3ാം ക്ലാസ്സും 30ാം ക്ലാസ്സും ഒക്കെ പഠിച്ചതല്ലേ? എന്നിട്ടൊരു ചായ ഉണ്ടാക്കാൻ മോഹനേട്ടൻ അറിയൂ? എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നീ ഉണ്ടാക്കിയ ഈ ചായയിൽ പഞ്ചസാര കൂടുതലാണ് എന്ന വിഷയത്തെ പറ്റിയാണ്. ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോ അത് മാത്രം സംസാരിക്കുക. ഇത് ഇന്ത്യയാണ്. ഞാൻ ഏതൊക്കെ വിഷയത്തെ പറ്റി എപ്പോഴൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ചാനലിൽ ഇത്തിരി പഞ്ചസാരയല്ലേ കൂടിയുള്ളൂ. മോഹനേട്ടന്റെ ബഹളം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എലിവിഷൻ ചേർത്ത് തോന്നൂലോ. അധികമായാൽ അമൃതും വിഷമാണ് എന്ന് നീ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്ന ഒരു തരി ആഹാരം പോലും വിഷമാണ് എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കേൾക്കാനാണ് മോഹനേട്ടാ? സോക്രട്ടീസ് മരിച്ചിട്ട് വർഷം 2500 ആവാറായി. എനിക്കത്രയ്ക്ക് പ്രായമില്ലല്ലോ. സോക്രട്ടീസ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ എന്നല്ല, സോക്രട്ടീസ് പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ എന്ന് വേണം ചോദിക്കാൻ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു. അവൾ എന്നെ ന്യായം പഠിപ്പിക്കുന്നു. ഓഹോ, ഭാമേ, ചായയിൽ മധുരം കൂടിപ്പോയി എന്നൊരു സത്യം ഞാൻ പറഞ്ഞപ്പോ നീ സോക്രട്ടീസിനെ കളിയാക്കുന്നു. സോക്രട്ടീസിനെ ഞാൻ കളിയാക്കിയിട്ടില്ല. ചായയിൽ ഒരല്പം മധുരം കൂടിയതിന്റെ പേരിൽ ഒരനാവശ്യ വഴക്കുണ്ടാക്കി മോഹനേട്ടൻ സോക്രട്ടീസിനെ അതിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. പ്രശ്നമുണ്ടാക്കിയത് മോഹനേട്ടനാണ്. അതായത് ചായയിൽ മധുരം കൂടിയത് ഒരു തെറ്റല്ല, ഞാനത് പറഞ്ഞു പോയതാണ് തെറ്റ്. ചായയിൽ മധുരം കൂടി പോയത് തെറ്റാണ്. മോഹനേട്ടൻ അത് മാത്രം പറയുകയായിരുന്നെങ്കിൽ, അത് പറയേണ്ട രീതിയിൽ പറയുകയായിരുന്നെങ്കിൽ ഞാൻ അതിട്ട് സമ്മതിക്കുമായിരുന്നു. പക്ഷേ മോഹനേട്ടൻ ചെയ്തതെന്താ? ഒരു കാര്യമില്ലാതെ അതിന്റെ പേരിൽ ബഹളം വെച്ചു. 2500 കൊല്ലം മുന്നേ മരിച്ച സോക്രട്ടീസിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചു. എങ്കിൽ ഇനി മുതൽ ചായയിൽ മധുരം കൂടുതലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം: ഭാമേ ഭാമേ, എന്തു നല്ലൊരു ചായ, ഇതിൽ മധുരം അല്പം കൂടിപ്പോയി എന്നൊരു കുറവേ ഉള്ളൂ എന്ന്. എന്നിട്ട് മധുരം കൂടിയതിന്റെ പേരിൽ നിനക്ക് ഞാൻ ഒരു ഉമ്മ തരാം. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഒരു കാര്യം മാന്യമായിട്ട് പറയാൻ മോഹനേട്ടൻ അറിഞ്ഞൂടാ. മോഹനേട്ടാ, തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അത് അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിലും അംഗീകരിക്കാവുന്ന രീതിയിലും ആയിരിക്കണം. ഉദാഹരണത്തിന്, ഇപ്പൊ മോഹനേട്ടനോട് ചായയിൽ മധുരം കൂടുതലാണല്ലോ ഭാമേ, പഞ്ചസാര ഇടുമ്പോൾ അല്പം സൂക്ഷിക്കണ്ടേ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തിരിച്ച്, അയ്യോ സോറി മോഹനേട്ടാ, അബദ്ധം പറ്റിപ്പോയതാ, ഞാൻ വേറെ ചായ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞാനെ. പക്ഷേ മോഹനേട്ടൻ അപ്പൊ എന്താ ചെയ്തത്? ചാടിക്കടിക്കാൻ വന്നു. അങ്ങനെ ഒരാൾ ചാടിക്കടിക്കാൻ വരുമ്പോൾ ഭാര്യയായി പോയി എന്നതുകൊണ്ട് മാത്രം നിന്നു കൊടുക്കാൻ ഇത് 12ാം നൂറ്റാണ്ടൊന്നുമല്ല, വർഷം 2013 ഇങ്ങോട്ടെങ്ങനെ പെരുമാറുന്നോ അങ്ങനെ തിരിച്ചും പ്രതീക്ഷിക്കാവൂ. അതേത് വില്ലേജ് ഓഫീസർ ആയാലും ശരി, റവന്യൂ മന്ത്രി ആയാലും ശരി. തുള്ളാൻ വരണ്ട. എന്നോട് പെരുമാറുന്ന പോലെ ഞാനും പെരുമാറും. ഞാൻ ഇറങ്ങുക. ഒന്ന് ഇറങ്ങിക്കൂടെ? പാവം എന്റെ മോഹനേട്ടൻ. ഇന്നിന് വില്ലേജ് ഓഫീസർ എന്തൊക്കെയാണാവോ ഒപ്പിക്കാൻ പോവുക? കാഞ്ചനെ ശിശുപാലൻ ചേട്ടനെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ.
എന്തായത്? അയ്യേ, എന്ത്? വഴിയരികിൽ നിന്നാണോ മൂത്രമൊഴിക്കുന്നത്? വഴിയരിയിൽ വെച്ച് മൂത്രം ഒഴിക്കണം തോന്നിയ പിന്നെ എന്ത് ചെയ്യും? ഇത് ഒരു പൊതുസ്ഥലമാണ്. ഇവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നത് അന്തസ്സും മര്യാദയുമില്ലാത്ത ഏർപ്പാടാണ്. മനസ്സിലായോ? സാർ എന്തിനാ പേടിപ്പിക്കുന്നത്? ഈ റോഡ് സാറിന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. നിന്റെ കുടുംബസ്വത്തോ? തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അത് അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിലും അംഗീകരിക്കാവുന്ന രീതിയിലുമായിരിക്കും. അനിയ, മലമൂത്ര വിസർജനം നടത്താൻ നമ്മൾ പ്രത്യേക സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എന്തിനാണ്? പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനുമാണ്. അനിയന്റെ വീട്ടിൽ കക്കൂസില്ലേ? പക്ഷെ ഞാനിപ്പോ വീട്ടിലല്ലല്ലോ. മൂത്രം ഒഴിക്കണം തോന്നുമ്പോഴൊക്കെ വീട്ടിൽ പോകാൻ പറ്റുമോ? എനിക്ക് എവിടെ വെച്ച് മൂത്രം ഒഴിക്കണം തോന്നുന്നു ഞാൻ അവിടെ വെച്ച് മൂത്രം ഒഴിക്കും. ഓഹോ, നിനക്ക് വില്ലേജ് ഓഫീസിൽ വെച്ച് മൂത്രമൊഴിക്കണം തോന്നിയാലോ, പള്ളിയിലോ അമ്പലത്തിലോ പോലീസ് സ്റ്റേഷനിലോ വെച്ച് മൂത്രമൊഴിക്കാൻ തോന്നിയാലോ, അവിടെയൊക്കെ നീ ക്ഷമയോടെ കാത്തിരിക്കും. റോഡാകുമ്പോ നിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടി വകയാണല്ലോ. എന്ത് ചെയ്യാം? ഞാൻ ഇനിയും റോഡിൽ മുള്ളും. എനിക്ക് തോന്നുമ്പോഴൊക്കെ മുള്ളും. താൻ പോയി പണി നോക്കണോ? എവനൊക്കെ എവിടുന്ന് കുറ്റി മുറിച്ചു? വില്ലേജ് ഓഫീസർ മോഹനേഷനോട്. ഓഹോ, എന്താ ഇത്? ഇതോ? ആ, ഇത് സിഗരറ്റ് പറഞ്ഞ വേണം. പൊതുസ്ഥലത്ത് പുകവലിക്കരുതെന്നും പറഞ്ഞൊരു ഹൈക്കോടതി ഉത്തരവുള്ളൊരു നാടാണിത്. അറിയോ നിനക്ക്? അല്ല, സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അത് അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിലും അംഗീകരിക്കാവുന്ന രീതിയിലുമായിരിക്കും. അനിയ, പുകവലി ആരോഗ്യത്തിന് എത്രമാത്രം ഹാനികരമാണെന്ന് അറിയാമോ? ഇതിലുള്ള നിക്കോട്ടിൻ, ടാറ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. അതറിയാമോ? അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വലിക്കുന്നത്. എനിക്ക് ക്യാൻസർ വന്നാൽ സാറിനെന്താ? ഓഹോ, നീയൊക്കെ വലിച്ച് പുറത്തേക്ക് വിടുന്ന ഈ പുക എന്നെ പോലുള്ള സിഗരറ്റ് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവരും വലിച്ചു കയറ്റുകയാണ്. നീയൊക്കെ സിഗരറ്റ് വലിക്കുന്ന കാരണം എനിക്ക് ക്യാൻസർ വരേണ്ട കാര്യം എന്താ? എങ്കിൽ പിന്നെ സാറ് ഹിമാലയത്തിൽ പോയി 10 സെന്റ് ഭൂമി വാങ്ങിച്ച് അവിടെ പോയി താമസിക്കും. അവിടെ ആകുമ്പോ ആരും സിഗരറ്റ് വലിക്കില്ല. രാവിലെ ഇറങ്ങിക്കോളൂ, പോവാ. ഇവരോടൊക്കെ മര്യാദ പറയാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പരസ്യമായി പുകവലിക്കുന്നവരെ തല്ലാൻ മാന്യന്മാർക്ക് അധികാരം കൊടുത്തിട്ടുള്ള നിയമം വന്നാലേ ഇവരൊക്കെ ശരിയാവും. അഹങ്കാരികൾ.